ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കർമ്മയോഗി ജോഗറാവു. ലോകശില്പി കണ്ടെത്തിയ മഹാനായ ശില്പി, അതാണ് കേണൽ ജോഗറാവു. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം, മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സേവനം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. കരസേനയിൽ നിന്ന് വിരമിച്ച് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസിൽ മാനേജിംഗ് ഡയറക്ടറായി. ഒടുവിൽ ലോകശില്പിയായ ഭഗവാൻ ബാബയുടെ തൃക്കൈയിൽ അവതാര ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള കെട്ടിടങ്ങളുടെ ശില്പിയുമായി. 90 വർഷത്തെ ധന്യജീവിതം. ഈ എഞ്ചിനീയർ പ്രപഞ്ച സൃഷ്ടാവുമായുള്ള അത്ഭുതകരമായ ബന്ധത്തിൽ അനുഭവിച്ച ആനന്ദം, ആ മനോഹരമായ ഉറ്റബന്ധം അനന്യം തന്നെ. സഖ്യഭക്തിക്ക് മാതൃകാപരമായ ഉദാഹരണമാണത്. കേണൽ ജോഗറാവു ചെറുപ്പം മുതലേ കൃഷ്ണഭക്തനാണ്. പക്ഷേ കാവ്യവസ്ത്രധാരികളോട് കഠിന വെറുപ്പും. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിലെ ബംഗളൂരു ചീഫ് എഞ്ചിനീയർ പദവിയുടെ കാലാവധി കഴിഞ്ഞ് 60കളുടെ അവസാനത്തിൽ അദ്ദേഹം എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് കമ്പനി ആരംഭിച്ചു. മാനേജ്മെന്റ് മേഖലകളിലെ വിദഗ്ധരായവരെയും കമ്പനിയിൽ ഭാഗഭാക്കാക്കി. 1969 ഒരു സായാഹ്നം അദ്ദേഹം ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പൂജാമുറിയിൽ ഭഗവാൻ ബാബയുടെ ഒരു ഫോട്ടോ കണ്ടു. അയൽവാസിയായ ശ്രീമതി രാമസ്വാമിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കിട്ടിയതാണ് ആ ഫോട്ടോ. ശ്രീമതി രാമസ്വാമി ഭഗവാന്റെ പരമഭക്ത. പൂജാമുറിയിൽ സ്വാമിയുടെ ചിത്രം കണ്ട് ജോഗറാവു അസ്വസ്ഥനായി. അത് മനസ്സിലാക്കി ഭാര്യ ഭഗവാന്റെ ചിത്രം എടുത്തു മാറ്റി തന്റെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ ബാബ രാമസ്വാമിയുടെ ഗൃഹം സന്ദർശിച്ചു. അന്ന് ഉച്ചഭക്ഷണം അവിടെയായിരുന്നു. ഈ അവസരത്തിൽ പങ്കുകൊള്ളാൻ ജോഗറാവുവിനെയും ഭാര്യയെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റാവുവിന് പോകാൻ തെല്ലും താല്പര്യമില്ല. ഭാര്യയുടെ നിർബന്ധം മൂലം അദ്ദേഹം അവിടെ പോയി. ഭഗവാൻ വളരെ പ്രേമപൂർവ്വം അദ്ദേഹത്തോട് സംസാരിച്ചു. വൃന്ദാവനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഭഗവാന്റെ മഹനീയവും ഊഷ്മളവുമായ ഭാവം ജോഗറാവുവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഇതിനുശേഷം താമസിയാതെ തന്നെ അദ്ദേഹം വൃന്ദാവനിലേക്ക് ആകർഷിക്കപ്പെട്ടു. ആശ്രമത്തിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, വലിയ ഭക്തസമൂഹം, അവരുടെ അതിശയകരമായ അച്ചടക്കം എന്നിവ അദ്ദേഹത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തി. ഭഗവാൻ വളരെ വാത്സല്യപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചു. സംസാരത്തിനിടയിൽ അവിടുന്ന് ആകസ്മികമായി ജോഗറാവുവിനോട് അനന്തപൂർ കോളേജ് നിർമ്മാണത്തിൽ സഹകരിക്കണമെന്ന കാര്യം പരാമർശിച്ചു. ജോഗറാവുവിലെ അത്യുത്സാഹിയായ എഞ്ചിനീയർ അനുകൂലമായി പ്രതികരിക്കുകയും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമാവുകയും ചെയ്തു. ബാബയിലെ ദിവ്യത്വം മനസ്സിലാക്കാൻ ബുദ്ധിമാനായ ആ എഞ്ചിനീയർക്ക് ഏറെക്കാലമൊന്നും വേണ്ടി വന്നില്ല. കൃപാലുവായ ഭഗവാൻ വളരെയേറെ അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ജോഗറാവുവിന്റെ അത്തരമൊരു അനുഭവം കേൾക്കാം. അനുസരണക്കേടിന്റെ ഫലം. അനന്തപൂർ കോളേജ് കെട്ടിട നിർമ്മാണ സമയം. പണിയുടെ പുരോഗതി വിലയിരുത്താൻ ഞാൻ കൃത്യമായി അവിടെ പോകുമായിരുന്നു. ഒരു ദിവസം ഞാൻ പോകാൻ ഒരുങ്ങവേ ആ യാത്ര ഒരു ദിവസം മാറ്റിവെക്കാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. പക്ഷേ പിറ്റേ ദിവസം കമ്പനിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ എനിക്ക് ഈ പരിപാടി മാറ്റിവെക്കാനും കഴിയുമായിരുന്നില്ല. ഒന്നും പറയാതെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി അനന്തപുരിയിലേക്ക് യാത്രയായി. പെനുകൊണ്ട വരെ വളരെ പ്രസന്നമായിരുന്നു ആകാശം. പെട്ടെന്ന് കനത്ത കാർമേഘങ്ങൾ വന്നു നിറഞ്ഞു. താമസിയാതെ തുള്ളിക്കൊരുകുടം കണക്കെ ഇടമുറിയാതെ മഴ തുടങ്ങി. പൊടുന്നനെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ എന്റെ കാർ താഴ്ന്നു കിടന്ന ചെറു കലുങ്കിൽ പെട്ടുപോയി. ചുറ്റും വെള്ളം. ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു. അവിടുത്തെ സഹായത്തിനായി കേണു. ആ സമയം സ്വദേശികളായ കുറച്ച് ഗ്രാമീണർ എത്തി. കലുങ്ക് കടക്കാൻ അവർ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ അനന്തപൂരിലെത്തി ജോലി പൂർത്തിയാക്കി. തിരിച്ച് ഞാൻ ബാംഗ്ലൂരിലേക്ക് യാത്രയായി. അപ്പോൾ വീണ്ടും കനത്ത മഴ തുടങ്ങി. കാറ്റും ശക്തിയായി വീശുന്നു. റോഡിൽ ഒരു കൂറ്റൻ വൃക്ഷം വീണു കിടന്നതിനാൽ എന്റെ യാത്ര അവിടെ നിലച്ചു. രാത്രിയാകാൻ തുടങ്ങിയിരുന്നു. സ്വാമിയുടെ വാക്കുകൾ അവഗണിച്ചതിന് ഞാൻ കണക്കു തീർക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഞാൻ അവിടുത്തെ തിരുനാമം ജപിച്ച് സഹായം ലഭിക്കാൻ പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ അവിടെയും കുറച്ചു സ്വദേശികളായ ഗ്രാമീണരുടെ സഹായം കിട്ടി. എനിക്ക് വഴി മാറി യാത്ര തുടരാനായി. തിരിച്ചുവിട്ട ആ വഴിയിലൂടെ യാത്ര തുടരുമ്പോൾ വലതുവശത്തേക്കുള്ള വളവ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ കുഴിയിൽ ചെന്ന് ചാടുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് കാർ നിന്നു.
ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ കാർ അതിന്റെ തെറ്റായ ദിശയിൽ നിന്ന് ശരിയായ റോഡിലേക്ക് എടുത്തു വയ്ക്കപ്പെട്ടു. ഉറപ്പാണ്, സ്വാമിയുടെ അദൃശ്യഹസ്തങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. രാത്രി ഏറെ വൈകി ഞാൻ ബാംഗ്ലൂരുവിൽ എത്തിച്ചേർന്നു. യാത്രയിൽ മുഴുവനും ഞാൻ സ്വാമിയുടെ തിരുനാമം ജപിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ദർശനത്തിനെത്തിയപ്പോൾ അവിടുന്ന് തലേ ദിവസം ഞാൻ നേരിട്ട പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിശദമായി വിവരിച്ചു. യാത്രയിൽ മുഴുവനും അവിടുന്ന് എന്നെ കാത്തുകൊണ്ട് നയിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു. കാർ ആ വളവിൽ വെച്ച് എടുത്തുമാറ്റി ശരിയായ ദിശയിൽ വെച്ചതും താനാണെന്ന് സ്വാമി വെളിപ്പെടുത്തി. എൻ്റെ ജീവിതത്തിലുണ്ടായ ഇത്തരം ധാരാളം അനുഭവങ്ങൾ, അപകടങ്ങളെ ഒഴിവാക്കാൻ നീളുന്ന സഹായഹസ്തങ്ങൾ തുടങ്ങിയവ സ്വാമിയുടെ ദിവ്യതയ്ക്കുള്ള ധാരാളം തെളിവുകളാണ്. ടെലിഗ്രാമിലെ മറിമായം, ജോഗറാവുവിന്റെ നിസ്വാർത്ഥമായ സമർപ്പണം, വിട്ടുവീഴ്ചയില്ലാത്ത ഔത്സുക്യം ഇവ ഭഗവാന്റെ കൃപ നേടുന്നതിൽ സഹായിച്ചു. ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 2 ആശ്രമവും സ്വയംഭരണ സർവകലാശാലയുടെ 3 ക്യാമ്പസുകളും വികസിപ്പിക്കാനുള്ള ചുമതലകൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ജോഗറാവുവിന്റെ ഭാഷയിൽ ബാബ ഓരോരോ നിർമ്മാണ പ്രവർത്തനവും വളരെ ലളിതമായി പ്ലാൻ ചെയ്യുന്നു. പിന്നെ മെല്ലെ ക്രമമായി സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അത് വികസിപ്പിക്കുന്നു. ഒരു പ്രത്യേക ദിവസം ഒരു പദ്ധതി പൂർത്തിയാക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ പൂർത്തീകരിച്ചിരിക്കും. ഇതാണ് അവിടുത്തെ സങ്കല്പത്തിന്റെ ശക്തി. അവിടെ ഒരുപക്ഷെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, എന്നാലും പദ്ധതി അവിടുന്ന് നിശ്ചയിച്ച ദിവസം തന്നെ തീർന്നിരിക്കും. 1972 ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റിന്റെ രേഖകൾ ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ ജോലികളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ജോഗറാവുവിനോട് ആവശ്യപ്പെട്ടു. ബാബയുടെ ഹൈദരാബാദ് സന്ദർശനം ഒരുക്കുന്നതിന് പുറമെയുള്ള ചുമതല കൂടിയായിരുന്നു അത്. രജിസ്ട്രേഷൻ സമയത്ത് ട്രസ്റ്റ് അംഗങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാകണമെന്നുള്ളത് നിയമമാണ്. അതിനാൽ മുംബൈയിലുള്ള നവനഗർ രാജമാതാവിനോട്, ശ്രീ നാനി പൽക്കിവാലയോടും ശ്രീ ഇന്ദുലാൽ ഷായോടുമൊപ്പം ഹൈദരാബാദിലെത്താൻ അറിയിച്ചു. പൽക്കിവാല സ്ഥലത്തില്ലാത്തതിനാൽ ഇന്ദുലാൽ ഷായോടൊപ്പം ഹൈദരാബാദിൽ എത്തുന്ന കാര്യം അന്നു രാത്രി തന്നെ രാജമാത ജോഗറാവുവിനെ ടെലിഫോണിൽ അറിയിച്ചു. അപ്പോഴേക്കും ബാബ വിശ്രമത്തിനായി പോയിരുന്നു. അതിനാൽ ഈ വിവരം സ്വാമിയെ അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാജമാത ഭഗവാൻ അയച്ച ടെലിഗ്രാം പോസ്റ്റ് ഓഫീസിൽ വെച്ച് ജോഗറാവുവിന് കിട്ടി. അവർ വരുന്ന കാര്യമായിരുന്നു അതിൽ. അന്നത്തെ ആന്ധ്രാപ്രദേശ് ശ്രീ സത്യസായി സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ പ്രസാദ റാവുവും ആ ടെലിഗ്രാം കണ്ടിരുന്നു. അവർ ബാബയ്ക്ക് ടെലിഗ്രാം കൊണ്ടുപോയി കൊടുത്തു. സ്വാമി അത് വായിച്ചുകൊണ്ട് പറഞ്ഞു, ജോഗറാവു, അവർ വരുന്നില്ല. വിസ്മയത്തോടെ പരിഭ്രാന്തിയോടെ ജോഗറാവു വീണ്ടും വീണ്ടും ആ ടെലിഗ്രാം വായിച്ചു. ബാബ വായിച്ചതുപോലെ തന്നെയായിരുന്നു അതിലെ വരികൾ. ജോഗറാവുവും പ്രസാദറാവുവും പരസ്പരം നോക്കി അത്ഭുത സ്തബ്ധരായി നിലകൊണ്ടു. അപ്പോൾ തങ്ങൾ നേരത്തെ വായിച്ച വരികളോ? പക്ഷേ ഉച്ചഭക്ഷണം കഴിക്കുന്ന വേളയിൽ ചിരിച്ചുകൊണ്ട് ബാബ അവർക്ക് ടെലിഗ്രാം വീണ്ടും നൽകി. അതിൽ അവർ പോസ്റ്റ് ഓഫീസിൽ വെച്ച് കണ്ട പഴയ അതേ വരികൾ. അവരോടൊപ്പമുള്ള ബാബയുടെ തമാശകൾ ഇതൊക്കെയായിരുന്നു. യഥാർത്ഥ സായി. ഒരിക്കൽ ജോഗറാവു ഭഗവാനോട് ചോദിച്ചു, സ്വാമി, എന്താണ് അവിടുത്തെ യഥാർത്ഥ സ്വരൂപം? ബാബ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ബംഗാരു, അതൊരു ദിവസം നിനക്ക് ഞാൻ കാണിച്ചു തരാം. ആ ദിവസം വളരെ നീണ്ട കാലയളവിന് ശേഷം വന്നെത്തി. പ്രശാന്തി നിലയത്തിൽ 1977 മഹാശിവരാത്രി നാളിൽ ലിംഗോദ്ഭവം കാണുന്നതിനായി കടൽ തിര പോലെ ജനം മുന്നോട്ട് കുതിച്ചപ്പോൾ ഭഗവാൻ അടുത്ത വർഷം ശിവരാത്രി ആഘോഷം ഉണ്ടാകില്ലെന്ന് അറിയിച്ചു. അടുത്ത വർഷം മുതൽ അവരവരുടെ സ്ഥലത്ത് തന്നെ ശിവരാത്രി ആഘോഷിക്കാനും സ്വാമി നിർദ്ദേശിച്ചു. ശിവരാത്രി ദിനം 1978 മാർച്ച് 7 വ്യാഴാഴ്ച, ആ പവിത്ര ദിവസം ഭഗവാൻ എവിടെയായിരിക്കുമെന്ന് ഭക്തന്മാർ അത്ഭുതത്തോടെ കാത്തിരിക്കെ ഭഗവാൻ മാർച്ച് 4 കുറച്ചു കുട്ടികളോടും ഭക്തന്മാരോടുമൊപ്പം ഊട്ടിയിലേക്ക് അതിരാവിലെ യാത്രയായി. മാർച്ച് 7 സ്വാമി ഊട്ടി വിട്ടു. മൈസൂരിലേക്കുള്ള വഴിയെ മധുമാലി വനത്തിലേക്കായി യാത്ര. വനത്തിലെ ചെറിയ കുന്നിൻ മുകളിലുള്ള അതിഥി മന്ദിരത്തിൽ യാത്ര നിലച്ചു. പ്രാതലിന് ശേഷം അതിഥി മന്ദിരത്തിന്റെ മുന്നിലുള്ള മനോഹരമായ പുൽത്തകിടിയിലൂടെ അവിടുന്ന് നടന്നു. സംഘത്തിലുള്ള ഓരോരുത്തർക്കുമൊപ്പം ഫോട്ടോ എടുക്കാൻ അനുവദിച്ചു. ഒരു വിദ്യാർത്ഥി ഉപയോഗിച്ചിരുന്നത് പോളറൈഡ് ക്യാമറയായിരുന്നു. അതിനാൽ
സംഘാംഗങ്ങൾക്ക് ഉടൻ തന്നെ ഫോട്ടോകൾ കൊടുക്കാനായി. ഒടുവിൽ ബാബ തന്റെ ഫോട്ടോ എടുക്കാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു. അവിടുത്തെ ഓറഞ്ച് നിറത്തിലുള്ള അങ്കിയുടെ താഴെ ഭാഗം കുറ്റിച്ചെടിയിൽ ഉടക്കിയിരുന്നു. ക്യാമറ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ ശ്രീമതി രത്തൻലാൽ മുന്നോട്ട് തിരക്കിട്ട് വന്ന് വസ്ത്രം നേരെ ഇടാൻ ഒരുങ്ങി. എന്നെ തുടരുത്, ഭഗവാൻ ഉച്ചത്തിൽ അട്ടഹസിക്കുന്നത് കേട്ട് എല്ലാവരും തരിച്ചുപോയി. അവർ പെട്ടെന്ന് പിൻവാങ്ങി. ക്യാമറ ക്ലിക്ക് ചെയ്തു. ക്യാമറയിൽ നിന്നും പുറത്തു വന്ന ചിത്രം ജോഗറാവുവിന് അവിടുന്ന് നൽകി. ചിത്രം ക്രമേണ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് വ്യക്തമായി തുടങ്ങി. പക്ഷേ അദ്ദേഹം എന്താണ് കണ്ടത്? കാവി നിറമുള്ള അങ്കി ധരിച്ച ബാബയുടെ ചിത്രം പ്രതീക്ഷിച്ചിടത്ത് യൗവന തുടിപ്പാർന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. കാവി ഉടയാടയ്ക്ക് പകരം വെളുത്ത ഉടയാട ധരിച്ചിരിക്കുന്നു. 3 ശിരസ്, 6 തൃക്കൈകൾ, ഓരോ കൈയിലും ദിവ്യതയുടെ അടയാളങ്ങൾ വഹിച്ചിരിക്കുന്നു. ഇടത് കരത്തിന്റെ മുട്ട് രാജകീയ പ്രൗഢിയുള്ള ഒരു പശുവിന്റെ പുറത്ത് ചാരിയിരിക്കുന്നു. പശ്ചാത്തലത്തിൽ 4 നായ്ക്കളെ കാണാം. നടുവിലുള്ളത് ബാബയുടെ മുഖം. പുരാണങ്ങളിൽ വിവരിക്കുന്ന ദത്താത്രേയ രൂപം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഐക്യരൂപം. ബാബ ജോഗറാവുവിന്റെ പഴയ ചോദ്യത്തിന് ഉത്തരം നൽകിക്കഴിഞ്ഞു. അതാണ് അവിടുത്തെ യഥാർത്ഥ രൂപം. അവിശ്വസനീയമായ ആ സൃഷ്ടി ഏവരും കണ്ടു. എല്ലാ ഹൃദയങ്ങളിലും അപൂർവമായ ആ വെളിപ്പെടുത്തൽ മുദ്രിതമായി. ചിത്രം അതോടെ അപ്രത്യക്ഷമായി. പിറ്റേ ദിവസം വൃന്ദാവനിൽ കുട്ടികളോട് സംസാരിക്കവേ ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപം അതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. മാത്രമല്ല മറ്റൊന്നുകൂടി അരുളി. ആ സമയം ശ്രീമതി രത്തൻലാൽ എന്നെ സ്പർശിച്ചിരുന്നുവെങ്കിൽ അവർ ആ ചൈതന്യത്തിന്റെ ശക്തി താങ്ങാനാവാതെ നാമാവശേഷമാകുമായിരുന്നു. വിഭൂതിയിലൂടെ രോഗശാന്തി. ജോഗറാവുവിന്റെ കുടുംബാംഗങ്ങളെ അപകടവേളയിൽ ഭഗവാൻ രക്ഷപ്പെടുത്തിയ ധാരാളം സന്ദർഭമുണ്ടായിട്ടുണ്ട്. ജോഗറാവുവിന്റെ മൂത്ത മകൾക്ക് ഒരു ഓപ്പറേഷൻ, ഹിസ്റ്ററക്ടോമി, ബാംഗ്ലൂരിലെ ഒരു നഴ്സിംഗ് ഹോമിൽ വേണ്ടി വന്നു. അവരുടെ ഒരു വൃക്ക പ്രവർത്തനക്ഷമമല്ല, അത് നീക്കം ചെയ്യണം. ഡോക്ടർമാർക്ക് ഭയമുണ്ടായിരുന്നു. ഓപ്പറേഷന്റെ തലേ ദിവസം ജോഗറാവു പ്രശാന്തി നിലയത്തിലെത്തി. അദ്ദേഹം ബാബയോട് എന്തെങ്കിലും പറയും മുമ്പേ അവിടുന്ന് പറഞ്ഞു, ജോഗറാവു വൃക്ക മാറ്റേണ്ട ആവശ്യമില്ല, എല്ലാം ശരിയായി നടക്കുമെന്ന് ഉറപ്പാണ്. അവിടുന്ന് അതിനുശേഷം മകൾക്ക് കൊടുക്കാനായി വിഭൂതി സൃഷ്ടിച്ചു നൽകി. പിറ്റേ ദിവസം രാവിലെ മകൾക്ക് വിഭൂതി കൊടുക്കാനായി ആശുപത്രിയിൽ അദ്ദേഹം ചെന്നപ്പോൾ മകൾ ആഹ്ലാദത്തോടെ പറഞ്ഞു, അച്ഛാ, എനിക്ക് വിഭൂതി തരൂ. സ്വാമി കഴിഞ്ഞ രാത്രി ഇവിടെ വന്നിരുന്നു. എന്റെ വൃക്ക മാറ്റേണ്ടതില്ലെന്നും എനിക്കായി വിഭൂതി കൊടുത്തു വിടുന്നുണ്ടെന്നും പറഞ്ഞു. എല്ലാം മംഗളകരമായി കലാശിച്ചുവെന്ന് പറയേണ്ടതില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരിക്കൽ ജോഗറാവുവിന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ. അദ്ദേഹം ബാംഗ്ലൂരിലെ പ്രശസ്തമായൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. ബാബ അപ്പോൾ പ്രശാന്തി നിലയത്തിൽ. ഭഗവാൻ ജോഗറാവുവിനെ കാണാനായി ആശുപത്രിയിൽ പോകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ആശുപത്രി അധികൃതർ അതിനുള്ള ഒരുക്കവും ചെയ്തു. അതേസമയം ഉച്ച കഴിഞ്ഞുള്ള ദർശനവേളയിൽ പോർട്ടിക്കോയിൽ നിൽക്കവേ തന്റെ ചുറ്റിനുമുണ്ടായിരുന്ന വിദ്യാർത്ഥികളോടും കുറച്ചു മുതിർന്നവരോടുമായി ഭഗവാൻ പറഞ്ഞു, ജോഗറാവുവിന് സുഖമില്ല. ബാംഗ്ലൂരിൽ പോയി എനിക്ക് അവനെ കാണണം. ഡ്രൈവർ ഉടൻ യാത്രയായി. യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. ബാബ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് പുറത്തു വന്നിട്ട് അരുളി, ഞാൻ പോയി ജോഗറാവുവിനെ കണ്ടു. അവൻ സുഖമായിരിക്കുന്നു. ഞാൻ അവന്റെ കിടക്കയുടെ അരികിൽ തന്നെ ഇരുന്നു. എനിക്കിരിക്കാൻ സിംഹാസനമില്ലാത്തതിനാൽ അവൻ ആകെ നിരാശയായി. വൈകുന്നേരം ജോഗറാവുവിന്റെ ജാമാതാവ് ആശുപത്രിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി ഇവിടെ വന്നിരുന്നു, എന്നെ അനുഗ്രഹിച്ചു. കസേരയില്ലാത്തതിനാൽ എന്റെ കിടക്കയിലാണ് സ്വാമി ഇരുന്നത്. ജോഗറാവുവിനെ ഐ സിയിൽ നിന്നും മുറിയിലേക്ക് മാറ്റി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബാംഗ്ലൂരിലേക്ക് യാത്രയായി. ആശുപത്രിയിലെത്തി ഭക്തന് ദർശനമേകി. ഒരു വൈകുന്നേരം ജോഗറാവു ഭഗവാനൊപ്പം അത്താഴം കഴിക്കാനായി ഹാളിലേക്ക് പോയി. ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജോഗറാവു, നീ ഇപ്പോൾ തന്നെ വളരെ വൈകി, വേഗം വീട്ടിലേക്ക് പോകൂ. നിത്യവും ഭഗവത് സന്നിധിയിൽ ആഹാരം കഴിക്കാറുള്ള ജോഗറാവു ഈ അപ്രതീക്ഷിത കൽപ്പനയിൽ വല്ലാതായി. കുറച്ച് നിരാശയോടെ അദ്ദേഹം മന്ദിരം വിട്ടു. കാറിനരികിലേക്ക് നടക്കുമ്പോൾ ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു സുഹൃത്ത് കാപ്പി കുടിക്കാനായി ക്ഷണിച്ചു. ജോഗറാവു ക്ഷണം സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ.
ഭാര്യയുടെ പെട്ടെന്നുള്ള മരണമായിരുന്നു സന്ദേശം. അദ്ദേഹം തിടുക്കത്തിൽ വീട്ടിലേക്ക് കുതിച്ചു. സ്വാമി അവിടെ നിൽക്കുന്നു. ഭാര്യയുടെ ശരീരം പുതപ്പിക്കാനായി മനോഹരമായ ഒരു കാഞ്ചീപുരം സാരിയും അവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ജോഗറാവുവിനെ കണ്ടപ്പോൾ സ്വാമി പറഞ്ഞു, ജോഗറാവു, നിന്നോട് വീട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞു, പക്ഷേ നീ അത് ചെയ്തില്ല. ഭഗവത് കൽപ്പന അനുസരിക്കാത്തതിലെ വിഡ്ഢിത്തം ജോഗറാവുവിന് മനസ്സിലായി. അദ്ദേഹം ആ തൃപ്പാദങ്ങളിൽ വീണു. തന്റെ ഒരു ജന്മദിനാഘോഷ ചടങ്ങിൽ ഭഗവാൻ വമ്പിച്ച ജനാവലിയോടായി പറഞ്ഞു, നിങ്ങളെല്ലാം ഇദ്ദേഹത്തെ അറിയുന്നത് കേണൽ ജോഗറാവു എന്നാണ്. പക്ഷേ ഞാൻ അറിയുന്നതാകട്ടെ കർമ്മയോഗി ജോഗറാവു എന്ന്. 2 സ്വർണ്ണ കങ്കണങ്ങളും രജത താമ്പാളവും നൽകി ജോഗറാവുവിനെ അന്ന് ആദരിച്ചു. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ വെങ്കിട്ടരാമൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ ചെന്നറെഡ്ഡി എന്നിവർ ഈ അവസരത്തിൽ വേദിയിലുണ്ടായിരുന്നു. പിന്നീട് പ്രസിഡന്റിന്റെ പ്രേരണയാൽ മുഖ്യമന്ത്രി ജോഗറാവുവിനോട് നിസ്വാർത്ഥ സമൂഹ സേവയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ദേശീയ പുരസ്കാരം സ്വീകരിക്കാൻ അപേക്ഷിച്ചു. പ്രസിഡന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും മഹാമനസ്കതയ്ക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജോഗറാവു പറഞ്ഞു, ഞാൻ ഈശ്വരന്റെ കയ്യിൽ നിന്ന് തന്നെ ഏറ്റവും മഹത്തായ ബഹുമതി എപ്പോഴേ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു പുരസ്കാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് തന്നെ അനുചിതം. ഇതാണ് കർമ്മയോഗിയായ ജോഗറാവു. ഓം തത്സത്ത്.